ഹലോ, എൻ്റെ പേര് വിനി. വെൽക്കം ടു ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി. അപ്പോൾ ഇന്ന് നമ്മൾ 7ാമത്തെ ലെസനാണ് ഈ സീരീസിലെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഹലോ, നേരത്തെ എൻ്റെ കൂടെയുള്ള ആൾക്കാരാണെങ്കിൽ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാണ്. ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഒന്ന് നോക്കാം. നമ്മളൊരു കല്യാണത്തിന് പോവാണ്. അതെന്താ കല്യാണത്തിന് പോണ കാര്യമൊക്കെ അല്ലേ? നമ്മൾ പഠിച്ച സെൻറ്റൻസുകൾ പല കോണ്ടെക്സ്റ്റിൽ അതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെച്ച് തുടങ്ങണേ. നമ്മളൊരു കല്യാണത്തിന് പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അലമാരയൊക്കെ തുറന്ന് നോക്കുമ്പോൾ കുറേ വസ്ത്രങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അയ്യോ ഒന്നുമില്ല കേട്ടോ ഇടാൻ. അങ്ങനെ പറയും. എന്നുവെച്ചാൽ നമുക്ക് നല്ല സ്റ്റൈലും വേഷമൊക്കെ വേണമല്ലോ. അവിടെ ചെന്ന് നമുക്ക് ഷോ ഓഫ് ചെയ്യണമല്ലോ. ഷോ ഓഫ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും കാണിക്കുക അല്ലേ? കുറച്ച് കാണിക്കൊക്കെ വേണ്ടേ? ഷോ ഓഫ് ചെയ്യണ്ടേ നമുക്ക്? ഷോ ഓഫ്. അപ്പോൾ നമുക്ക് അതിനൊന്നും ഡ്രസ്സൊന്നും ഇല്ല, നമ്മൊന്നുമില്ല, അങ്ങനെ നല്ല സാരിയോ നല്ല തിളങ്ങണ സംഭവങ്ങളൊന്നും ഇല്ല, പുതിയതൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? എനിക്കിടാനൊന്നുമില്ലെന്ന് പറയില്ല. അതിങ്ങനെ പറയാം, there's nothing to wear. ഇനിയിപ്പോൾ കല്യാണത്തിന് എന്ന് പറയണമെങ്കിൽ ടു ദ വെഡിങ് അങ്ങനെ പറയാം. there's nothing to wear to the wedding. ഒന്നുമില്ല കല്യാണത്തിനിടാൻ. ഓക്കെ, നമ്മൾ ഒരു സിനിമ കാണുകയാണ്. ഇതേത് സിനിമയാണ്? ഞാൻ ഒരിക്കലും ഈ സിനിമ കണ്ടിട്ടില്ല കേട്ടോ മുമ്പ്. I've never seen this movie. I've never seen this movie. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇത് ജസ്റ്റ് റിവിഷനാണ്. കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ അതൊക്കെ. അതോ ഇതെന്താ പുതിയതായിട്ട് പഠിപ്പിച്ചതാണോ ഇത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ അടുത്തത്, അവൾ ഒരിക്കലും ചോറുണ്ടാക്കിയിട്ടില്ല. പപ്പടം കാച്ചും, പിന്നെ അത്യാവശ്യം ഓംലെറ്റ് ഉണ്ടാക്കും. ചോറ് അവൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ പറയും? She has never cooked rice. She has never, അത് she has never cooked rice. ആ കുപ്പിയിൽ ആവശ്യത്തിന് പാലുണ്ട്. എങ്ങനെ പറയും? There's enough milk in the bottle. ഇനി ചില സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കണം കുട്ടികൾ, ഇംഗ്ലീഷ് സംസാരിച്ചാലേ അത് പ്രാക്ടീസ് വരുള്ളൂ എന്നൊക്കെ പറയില്ലേ? അപ്പോൾ നമ്മൾ ആ പുതിയ നിയമം കൊണ്ടുവരും കേട്ടോ, എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, അപ്പോൾ ഇംഗ്ലീഷിൽ എല്ലാവരും സംസാരിക്കണം, മലയാളം അല്ല ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം എന്ന് പറയാം. എങ്ങനെ പറയാം? സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് അല്ലേ? തുടങ്ങുമോ കാര്യം? സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇനി ഇംഗ്ലീഷ് സംസാരിക്കുക? സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. അതുപോലെ നിങ്ങൾ എടുത്തും ഇത്രയും നമ്മൾ എത്തിയില്ലേ? ലെസൺ 7 എത്തി ഇവിടെ. സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇനി അവർ തിരിച്ചു വരുമോ? എങ്ങനെ പറയാം? തിരിച്ചു വരുമോ? അതോ ഇന്ന് ഈ വഴിക്ക് അടുത്ത ജില്ലയിൽ കയറി ആ വഴിക്ക് അങ്ങോട്ട് ബാക്ക് പാക്കിംഗ് ഒക്കെ ആണോ? തിരിച്ചു വരുമോ അവർ? വിൽ ദേ കം ബാക്ക്? വിൽ ദേ കം ബാക്ക്? അവരാണ് ദേ. അവർ തിരിച്ചു വരുമോ? അപ്പം എന്തെങ്കിലും ഭാവിയിൽ സംഭവിക്കുമോ എന്നാണ്. അവർ തിരിച്ചു വരുമോ? വിൽ ദേ കം ബാക്ക്? അവളിത് തിന്നുമോ? വിൽ ഷീ ഈറ്റ് ദിസ്? ഇതൊക്കെ തിന്ന് ശീലമുള്ള കുട്ടിയാണോ എന്ന് അറിയില്ല കേട്ടോ. ഇതൊക്കെ തിന്നുമോ അവൾ? വിൽ ഷീ ഈറ്റ് ദിസ്? ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു സംഭവം ഓർമ്മയുണ്ടോ? നീ വർക്ക് കംപ്ലീറ്റ് ചെയ്തോ? ചെയ്ത് കഴിഞ്ഞതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഡിഡ് യു ഫിനിഷ് ദ വർക്ക്? ഡിഡ് യു ഫിനിഷ് ദ വർക്ക്? നീ വർക്ക് കംപ്ലീറ്റ് ചെയ്തോ? ഡിഡ് യു ഫിനിഷ് ദ വർക്ക്? ഏകദേശം എങ്ങനെ പറയാം? ഓൾമോസ്റ്റ്. ഓൾമോസ്റ്റ് അങ്ങനെ പറയാം. അപ്പോൾ ഏകദേശം തീരാറായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ സംഭാഷണത്തിൽ നമ്മളിങ്ങനെ ഏകദേശം തീരാറായി എന്നൊന്നും ചിലപ്പോൾ പറയില്ല. ഏകദേശം ഒക്കെ പറഞ്ഞാൽ അവിടെ നിൽക്കും അല്ലേ? അത് ഇംഗ്ലീഷിലുണ്ട് അങ്ങനെ. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ്. ഇത് കോൺവെർസേഷൻ പ്രാക്ടീസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസാണ്. ഇതിൽ നിങ്ങൾ കൂടുതൽ സെൻറ്റൻസിൻ്റെ ഫുൾ സ്ട്രക്ചർ അന്വേഷിച്ച് നടക്കരുത്. ഫുൾ സെൻറ്റൻസ് സ്ട്രക്ചർ ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നറിയണമെങ്കിൽ ആ 16 വീഡിയോസ് ഉള്ള ഒരു പ്ലേലിസ്റ്റ്, അതിൻ്റെ ലിങ്ക് ഞാൻ കോമെൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഈ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ മുതൽ കാണണം എന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്കും താഴെ പിൻ ചെയ്ത് വെക്കാം. പിന്നെ ഇംഗ്ലീഷ് ഏത് കോഴ്സ് എടുക്കണമെന്ന് അന്വേഷിച്ച് എടുക്കായിരുന്നു. ടീച്ചർക്ക് കോഴ്സ് ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നതിന് മുമ്പേ കോഴ്സ് ഉണ്ട്. എൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ആ കോഴ്സ് ചേരേണ്ടതെന്നുള്ളത് ഒന്നില്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് നോക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ നോക്കാം. അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കണം, അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം കേട്ടോ. അപ്പോൾ നീ ജോലി കംപ്ലീറ്റ് ചെയ്തോ? ഡിഡ് യു ഫിനിഷ് ദ വർക്ക്? ഏകദേശം ഓൾമോസ്റ്റ്. എപ്പോഴാണ് ഇത് ചെയ്ത് തീർക്കേണ്ട സമയം? അതിനെന്താ പറയുക? ഈ ചെയ്ത് തീർക്കേണ്ട സമയമാണ് ഡെഡ് ലൈൻ. എപ്പോഴാണ്? വെൻ ഇസ് ദ ഡെഡ് ലൈൻ? വെൻ ഇസ് ദ ഡെഡ് ലൈൻ? നാളെയാണ്. ഇറ്റ്സ് ടുമോറോ.
നാളെ, ടുമോറോ. ഇറ്റ്സ് ടുമോറോ, നാളെയാണ് ഫിനിഷ് ചെയ്യേണ്ട ഡെഡ് ലൈൻ. അപ്പോൾ ദ ഡെഡ് ലൈൻ ഈസ് ടുമോറോ എന്ന് പറയേണ്ട കാര്യമില്ല അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. വെൻ ഇസ് ദ ഡെഡ് ലൈൻ, വേണമെങ്കിൽ ടുമോറോ അത് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇറ്റ്സ് ടുമോറോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നോക്കിക്കോട്ടോ കാര്യങ്ങൾ. യുഡ് ബെറ്റർ ഹറി, യുഡ് ബെറ്റർ ഹറി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച യുഡ് ബെറ്റർ ഹറി. അടുത്തത് നമ്മൾ പുതിയതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വേറൊരു സംഭവമാണ്. നിനക്കൊന്ന് അവളെ സഹായിക്കാൻ പറ്റുമോ, നിങ്ങൾ ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഹെൽപ്പ് ഹർ? അപ്പോൾ ക്യാൻ യു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി പുതിയൊരു സംഭവമാണ്, ഇതും വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കേ. നമ്മൾ ഒരു ആളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആളുടെ അഡ്രസ്സിലേക്ക് ഒരു സാധനം അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുടെ അഡ്രസ്സ് തപ്പുമ്പോൾ എനിക്ക് ആളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അങ്ങനെ പറയും. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഐ കുഡൻറ്റ് ഡു ഇറ്റ്. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഐ കുഡൻറ്റ് ഡു ഇറ്റ്. ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത്? ഐ കുഡൻറ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഐ കുഡൻറ്റ് ഫൈൻഡ് അല്ലേ. ഡു ഇറ്റ് എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റിയില്ല, കണ്ടുപിടിക്കാനാണെന്ന് വെച്ചാൽ ഫൈൻഡ്. എന്ത്? അവളുടെ അഡ്രസ്സ്. ഐ കുഡൻറ്റ് ഫൈൻഡ് ഹെർ അഡ്രസ്സ്. ഐ കുഡൻറ്റ് ഫൈൻഡ് ഹെർ അഡ്രസ്സ്. ഈ ബുക്കിലാണ് എഴുതി വെച്ചിരുന്നത്. ഓ മൈ ഗോഡ്, ഐ കുഡൻറ്റ് ഫൈൻഡ് ഹെർ അഡ്രസ്സ്. ഓ, എവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഫുൾ തപ്പി ഞാൻ. ഐ കുഡൻറ്റ് ഫൈൻഡ് ഹെർ അഡ്രസ്സ്. ഇനി ഇപ്പം ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിലോ, ഐ കാൺട്ട് ഫൈൻഡ് ഹെർ അഡ്രസ്സ്. ഇത് എവിടെയാണത്? ഐ കാൺട്ട് ഫൈൻഡ് ഇറ്റ്. എവിടെയാണാവോ? പക്ഷേ ഇത് നമ്മൾ ഇന്ന് തപ്പിക്കഴിഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ നമ്മുടെ മാനേജർക്ക് പറയാണ്, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അല്ലേ. ഐ കുഡൻറ്റ് ഡു ഇറ്റ്. ഐ കുഡൻറ്റ് ഫൈൻഡ് ഹെർ അഡ്രസ്സ്. ഈ രണ്ട് കാര്യവും പഠിച്ചു വെക്കണേ. ഇപ്പം നിങ്ങൾ ആദ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെന്താ പറയുക? ഓ, ഐ കാൺട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഐ കാൺട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ സീരീസൊക്കെ കഴിയുമ്പോൾ നിങ്ങളെന്താ പറയുക? ഓ, അന്ന് ഐ കുഡൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. അന്ന് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഐ കുഡൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. പക്ഷേ ഐ ക്യാൻ നൗ. ഇപ്പം എനിക്ക് പറ്റും. ഇപ്പം ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ആ വ്യത്യാസം മനസ്സിലായോ? ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? യെസ്, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഇവിടെ ഒരു ഡൗട്ട് വരാറുള്ളത്, ചിലർ സ്പീക്ക് ഇൻ ഇംഗ്ലീഷും സ്പീക്ക് ഇംഗ്ലീഷും. ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇൻ ഇംഗ്ലീഷ് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് എന്ന ഭാഷ സംസാരിക്കുക എന്ന് പറയാൻ ഐ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ രണ്ടും കുഴപ്പമില്ല, ചെറിയ കോൺടെക്സ്റ്റ് വ്യത്യാസം വരും. പക്ഷേ ഇപ്പം നിങ്ങൾ ഇൻ ഉപയോഗിക്കാണ്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ചോ എങ്ങനെയാണെങ്കിലും പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓക്കെ, ഐ കാൺട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അത് അന്ന് നിങ്ങൾ പറഞ്ഞതാണ് കേട്ടോ, ഫസ്റ്റ് ലെസൺ തുടങ്ങുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞ് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം. അപ്പോൾ ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയിരുന്നോ ഒന്ന്? കുഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്? കടാ, കുഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്? ഐ കുഡൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. നൗ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നിങ്ങൾ വേറൊരു ചോദ്യം ഞാൻ പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് കേട്ടോ, അത് ഒന്നുകൂടെ നോക്കുകയാണ്. അത് നഷ്ടപ്പെട്ടോ? അങ്ങനെ ചോദിക്കുക. നഷ്ടപ്പെടുക, ലൂസ്. ഡിഡ് യു ലൂസ് ഇറ്റ്? നിനക്കത് നഷ്ടപ്പെട്ടോ? ഡിഡ് യു ലൂസ് ഇറ്റ്? നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഐ മൈറ്റ് ഹാവ് ലോസ്റ്റ് ഇറ്റ്. ഐ മൈറ്റ് ഹാവ് എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു ഓൾറെഡി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ മൈറ്റ്, പക്ഷേ ഇത് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം. ഐ മൈറ്റ് ഹാവ്, അവിടെ ഹാവ് വേണേ. ഐ മൈറ്റ് ഹാവ് ലോസ്റ്റ് ഇറ്റ് അല്ലെങ്കിൽ ഐ മൈറ്റ് ഹാവ്. ഇപ്പം എന്താ ചെയ്യുക? ഞാൻ പറയാം, എന്താന്ന് പറയാം, വാട്ട് ചെയ്യുക. വാട്ട് ഡു വി ഡു? ഇപ്പം രണ്ട് ഡു അവിടെ കിടക്കണം കണ്ടിട്ട് ആർക്കെങ്കിലും കുറച്ചൊരു ഞെട്ടൽ അനുഭവപ്പെട്ടോ? വാട്ട് ഡു വി ഡു എന്ന് വെച്ചാൽ നമ്മൾ എന്താ തിന്നുക, കഴിക്കുക എന്ന് ചോദിക്കാൻ വാട്ട് ഡു വി ഈറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വാട്ട് ഡു വി ഡു. നമ്മൾ എന്താ കാണുക? വാട്ട് ഡു വി സീ. ഓക്കെ, മനസ്സിലായോ? ഈ വാട്ട് ഡു വി എന്താ ചെയ്യുക, എന്താ ഉണ്ടാക്കുക. അത്താഴത്തിന് എന്താ ഉണ്ടാക്കുക? വാട്ട് ഡു വി കുക്ക്. എന്താ കുക്ക് ചെയ്യുക? വാട്ട് ഡു വി കുക്ക്. അവൾക്ക് എന്താ കൊടുക്കുക? വാട്ട് ഡു വി ഗിവ് ഹർ. ഓക്കെ, അങ്ങനെയാണ് വാട്ട് ഡു വി. ഇതൊക്കെ മലയാളത്തിൽ എഴുതിയിട്ട് ഇങ്ങനെ ആലോചിക്കാം, അത് നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ വാട്ട് ഡു വി എന്നൊക്കെ നമ്മൾ പറഞ്ഞു വന്നാൽ ചിലപ്പോൾ 1.5 വർഷം എടുക്കും. വാട്ട് ഡു വി ഡു ഒക്കെ എന്താ നമ്മൾ ചെയ്യുക. അപ്പം നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അഡ്രസ്സ് അവളുടെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഐ കുഡൻറ്റ് ഫൈൻഡ് ഹെർ അഡ്രസ്സ്.
നിനക്ക് നഷ്ടപ്പെട്ടോ? നീ നഷ്ടപ്പെടുത്തിയോ? ഡിഡ് യു ലൂസ് ഇറ്റ്? എന്നെ ഏൽപ്പിച്ചതായിരുന്നു അത് എപ്പോഴും ഒരു 2 മാസം മുമ്പ്. നഷ്ടപ്പെടുത്തിയോ? കളഞ്ഞത്? ഡിഡ് യു ലൂസ് ഇറ്റ്? സംഭവിച്ചിട്ടുണ്ടാവാം. ഐ മൈറ്റ് ഹാവ് ലോസ്റ്റ് ഇറ്റ്, അല്ലെങ്കിൽ ഐ മൈറ്റ് ഹാവ് സംഭവിച്ചിട്ടുണ്ടാവാം. എന്താ ഇപ്പം നമ്മൾ ചെയ്യുക? വാട്ട് ഡു വി ഡു? അവളെന്ന് വിളിച്ചു നോക്കാം. വി ക്യാൻ ട്രൈ. എന്താ ശ്രമിക്കുക? കോളിംഗ് ഹെർ. വി ക്യാൻ ട്രൈ കോളിംഗ് ഹെർ. അവളെന്ന് വിളിച്ചു നോക്കാൻ ശ്രമിക്കാം. വി ക്യാൻ ട്രൈ കോളിംഗ് ഹെർ. നമുക്ക് അവളോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? വി ക്യാൻ ട്രൈ ടോക്കിംഗ് ടു ഹെർ. അവളോടൊന്ന് സംസാരിച്ച് നോക്കാൻ ശ്രമിക്കാം. വി ക്യാൻ ട്രൈ ടോക്കിംഗ് ടു ഹെർ. വി ക്യാൻ ട്രൈ മേക്കിംഗ് ബിരിയാണി. കുറേ പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ എന്താ ഉണ്ടാക്കുക? വി ക്യാൻ ട്രൈ മേക്കിംഗ് ബിരിയാണി. നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. വി ക്യാൻ ട്രൈ ബുക്കിംഗ് ഓൺലൈൻ. ആ സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലായോ? പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ കോൺവെർസേഷൻ മനസ്സിലായോ? ഒന്നൂടെ. എനിക്ക് അവളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലടാ. ഐ കുഡിൻറ്റ് ഫൈൻഡ് ഹെർ അഡ്രസ്. കളഞ്ഞത്? ഡിഡ് യു ലൂസ് ഇറ്റ്? സംഭവിച്ചിട്ടുണ്ടാവാം. ഐ മൈറ്റ് ഹാവ്. എന്താ ഇപ്പം നമ്മൾ ചെയ്യുക? വാട്ട് ഡു വി ഡു? അവളെ ഒന്ന് വിളിച്ചു നോക്കാൻ ശ്രമിക്കാം. വി ക്യാൻ ട്രൈ കോളിംഗ് ഹെർ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തായാലും ഉപകാരം വരും. ഇതൊക്കെ കിട്ടാതെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പറ്റാണ്ട് വിഷമിച്ച് നിൽക്കുന്നത്. ഇങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പൊതുവെ പ്രശ്നം വരുത്തുന്ന സെൻറ്റൻസുകളൊക്കെയാണ്. അതൊക്കെ ഇട്ടിട്ടൊരു കൊളാബറേഷൻ ഡയലോഗൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പഠിപ്പിക്കാൻ ശ്രമിക്കണേ. ഉപകാരമാവുണ്ടോ? ഈ വീഡിയോയും ഇതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറച്ചുകൂടെ കോൺവെർസേഷൻസ് വെച്ചാണ് നമ്മൾ ഇതിൽ നോക്കണത്. അതുകൊണ്ട് ഇതൊക്കെ വീണ്ടും വീണ്ടും കാണാൻ പറ്റുമെങ്കിൽ കാണുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കാണുക, അല്ലെങ്കിൽ എഴുതി വെച്ച് വായിക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു കോൺവെർസേഷൻ കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ചാവിയില്ലേ, അത് കാണാനില്ലല്ലോ. ചാവി എന്ന് വെച്ചാൽ കുറേ എണ്ണം ഉണ്ട് കേട്ടോ, ഒരെണ്ണമല്ല. ചാവികൾ കാണാനില്ല, അങ്ങനെ മലയാളത്തിൽ പറയും നമ്മൾ. ചാവികൾ കാണാനില്ല, കീസ് കാണാനില്ല എന്ന് പറയില്ലേ? അങ്ങനെ പറയാ. കാണാനില്ല, കാണാൻ പറ്റിയില്ല എന്നല്ല, ഇപ്പം കാണാനില്ല. ഞാൻ കുറേ തപ്പ്, കാണാനില്ല. ഐ കാൺട്ട് ഫൈൻഡ് മൈ കീസ്. എൻ്റെ കീസ് എവിടെയാണ് അത് വെച്ചത്? കാണാൻ പറ്റില്ലല്ലോ അത്. ഐ കാൺട്ട് ഫൈൻഡ് മൈ കീസ്. അപ്പോൾ നമ്മുടെ സുഹൃത്തൊന്ന് ചോദിക്കാം, ബാഗ് നോക്കിയോ നീ? ചെയ്ത് കഴിഞ്ഞോ എന്നുള്ള പ്രവൃത്തിയാണ്. ഏതാ വരിക? ഡിഡ് യു ചെക്ക് യുവർ ബാഗ്? ഡിഡ് യു ചെക്ക്, പരിശോധിച്ചോ? യുവർ ബാഗ്. ഡിഡ് യു ചെക്ക് യുവർ ബാഗ്? യാ, ഞാൻ നോക്കി. യെസ്. എന്നിട്ടിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? വാട്ട് നൗ? എന്താ ഇപ്പം ചെയ്യുക എന്നുള്ളത്? വാട്ട് നൗ. നേരത്തെ നമ്മൾ വാട്ട് ഡു വി ഡു, എന്താ ഇപ്പം ചെയ്യുക? അത് തന്നെയാണ് കേട്ടോ അവിടെയും. പക്ഷേ അതിന് വേറെ രീതിയിൽ പറഞ്ഞേ. എന്താ ഇനിയിപ്പോൾ അടുത്തെന്താ പരിപാടി? ഇപ്പം കീസ് കാണാനില്ല, വാട്ട് നൗ. കാറിലൊന്ന് പോയി നോക്കിയാലോ? ഇങ്ങനൊരു സംഭവം ചെയ്താലോ? അങ്ങനെ പറയാം. ലെറ്റ്സ് ലുക്ക് ഇൻ ദ കാർ. ലെറ്റ്സ് ഡു ദിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. ലെറ്റ്സ് ലുക്ക് ഇൻ ദ കാർ. കാറിലൊന്ന് നോക്കാം, വായോ. ലെറ്റ്സ് ലുക്ക് ഇൻ ദ കാർ. കഴിഞ്ഞു, കോൺവെർസേഷൻ കഴിഞ്ഞു. മനസ്സിലായോ അത്? കീസ് കാണാനില്ലല്ലോ. ഐ കാൺട്ട് ഫൈൻഡ് മൈ കീസ്. ബാഗിൽ നോക്കിയോ? ഡിഡ് യു ചെക്ക് യുവർ ബാഗ്? യാ. ഇനിയിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? വാട്ട് നൗ? വാട്ട് നൗ അങ്ങനെ ചോദിക്കാം കേട്ടോ. വാട്ട് നൗ? കാറിലൊന്ന് നോക്കാം. ലെറ്റ്സ് ലുക്ക് ഇൻ ദ കാർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന സെൻറ്റൻസുകളാണ്. കുട്ടി കുട്ടി സെൻറ്റൻസുകളാണ് നമ്മൾ പൊതുവെ മലയാളത്തിൽ, അല്ല ഇംഗ്ലീഷിൽ പറയുക കോൺവെർസേഷനിൽ. മലയാളത്തിൽ അങ്ങനെ തന്നെ ആവും അല്ലേ? ആവോ നോക്കാം. ഉള്ള സെൻറ്റൻസുകളല്ലേ മലയാളത്തിൽ വരിക. നിങ്ങൾക്ക് പ്രഭാഷണമൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് നീണ്ട സെൻറ്റൻസുകളൊക്കെ വേണ്ടി വരും. അത് നമുക്ക് പഠിക്കാം. നമ്മുടെ ഗ്രാമർ സീരീസ് കണ്ട് അത് പച്ചവെള്ളമാക്കിയിട്ട് പിന്നെ ബാക്കി കോൺവെർസേഷണൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊരു 30 days ചലഞ്ച് ഉണ്ട്. അതൊക്കെ കണ്ടാൽ നിങ്ങളുണ്ടല്ലോ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായിരിക്കും. വേണോ അതൊക്കെ? ഫുൾ ഗ്രാമർ സീരീസ് കണ്ട ആൾക്കാർ 30 days ഇംഗ്ലീഷ് ചാലഞ്ചിലെ എല്ലാ കോൺവെർസേഷനും ചെയ്താൽ സത്യം പറയാം നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഒന്ന് നോക്കാം. അത് ആദ്യം നമുക്ക് നോക്കാം അല്ലേ. നിങ്ങളെ 30 days കൊണ്ട് പേടിപ്പിക്കണ്ട. അപ്പോൾ നമ്മൾ ഈ 10 വീഡിയോസിൽ തന്നെ നിങ്ങളെ ഒന്ന് ഉഷാറാക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടമ്മമാർക്കുള്ള സെൻറ്റൻസ് ആണേ. പാത്രമൊക്കെ കഴുകി ആരോട് കഴുകി വെക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വന്നിട്ട് നോക്കുമ്പോൾ വൃത്തിയായിട്ടില്ല. അങ്ങനെ പറയും, ഇത് വൃത്തിയായിട്ടില്ല. ദ ഡിഷസ് ആറിൻറ്റ് ക്ലീൻ. ദ ഡിഷസ് ആറിൻറ്റ് ക്ലീൻ.
അത് ഡിഷസ് എന്ന് വെച്ചാൽ പ്ലേറ്റ്സ് എന്നാണ് അർത്ഥം. ഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഡിഷാന്ന് പറയും അല്ലേ. നമ്മൾ വിഭവം എന്നുള്ള അർത്ഥമുണ്ട് ഡിഷിന്. ഓരോരോ വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കില്ല, അതൊക്കെ ഓരോരോ ഡിഷസാണ്. അല്ലാത്തൊരു മീനിങ് കൂടി ഉണ്ട്, വേറെ ഒരു മീനിങ് ആണ് പാത്രങ്ങൾ, അതിന് ഡിഷസ് എന്ന് പറയും. അപ്പോൾ ഡിഷസ് ക്ലീൻ ആണെങ്കിൽ എങ്ങനെ പറയാം? ദ ഡിഷസ് ആർ ക്ലീൻ. ഓ, ആരത് കഴുകിയത്? ഭയങ്കര വൃത്തിയായിട്ടല്ലോ. വൃത്തിയായിട്ടില്ലെങ്കിൽ ദ ഡിഷസ് ആർ ഇൻറ്റ് ക്ലീൻ. അപ്പോൾ നമ്മളൊരാളോട് ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞാൽ, വീട്ടിലെ ഇളയ കുട്ടിയോടെന്ന് വിചാരിച്ചോ, ഇളയ കുട്ടിക്കിട്ടൊരു പണി കൊടുക്കുക അല്ലെന്ന്. അപ്പോൾ ദ ഡിഷസ് ആർ ഇൻ ക്ലീൻ. നീ ആവശ്യത്തിന് സോപ്പ് ഉപയോഗിച്ചോ കഴുകാൻ പറഞ്ഞപ്പോഴേ? എടാ, നീ ആവശ്യത്തിന് സോപ്പ് ഉപയോഗിച്ചാണോ കഴുകിയത്? അപ്പോൾ എങ്ങനെ ചോദിക്കുക? അപ്പോൾ കഴുകി വെച്ചു, ഇതൊക്കെ കഴിഞ്ഞപ്പോൾ മുമ്പ് നീ ചെയ്ത കാര്യം എങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിഡ് യു യൂസ് ആവശ്യത്തിന് സോപ്പ്? ഇനഫ് സോപ്പ്? ഡിഡ് യു യൂസ് ഇനഫ് സോപ്പ്? അതോ വെള്ളം കൊണ്ട് മാത്രം ഇങ്ങനെ മുക്കി വെച്ചതാണോ? ഡിഡ് യു യൂസ് ഇനഫ് സോപ്പ്? ഞാൻ ചിലപ്പോൾ കുറച്ചേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. ഐ മൈറ്റ് ഹാവ് യൂസ്ഡ് ടൂ ലിറ്റിൽ. വളരെ കുറച്ചേ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ, അതായിരിക്കും. ഐ മൈറ്റ് ഹാവ് യൂസ്ഡ് ടൂ ലിറ്റിൽ. ഐ മൈറ്റ് ഹാവ്, ഞാൻ കുറച്ചേ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ, അത് കാരണമായിരിക്കും ഇതിങ്ങനെ ഒന്നും പോവാണ്ടിരിക്കണേ. ഐ മൈറ്റ് ഹാവ് യൂസ്ഡ് ടൂ ലിറ്റിൽ. ഇപ്പം എന്താ ചെയ്യുക? വാട്ട് ഡു വി ഡൂ നൗ? ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വാട്ട് ഡു വി ഡൂ നൗ അല്ലെങ്കിൽ വാട്ട് നൗ? അത് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കാം, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകി വെക്കാം. ലെറ്റ്സ് സോക്ക് ദം ഫോർ എ വൈൽ. സോക്ക് എന്ന് വെച്ചാൽ കുതിർത്ത് വെക്കാം. ലെറ്റ്സ് സോക്ക് ദം, ആ ഡിഷസൊക്കെ അതാണ് ദം, അവ. ലെറ്റ്സ് സോക്ക് ദം കുറച്ച് നേരത്തേക്ക്, ഫോർ എ വൈൽ. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് എന്ന് എങ്ങനെയാണ് പറയുക? ഫോർ എ വൈൽ, ഫോർ എ വൈൽ കേട്ടോ. ലെറ്റ്സ് സോക്ക് ദം ഫോർ എ വൈൽ. എന്നിട്ട് ഒന്നുകൂടെ നോക്കാം. ആൻഡ് ട്രൈ അഗെയിൻ. ലെറ്റ്സ് സോക്ക് ദം ഫോർ എ വൈൽ ആൻഡ് ട്രൈ അഗെയിൻ. ഒന്നുകൂടെ എന്നോട് പറഞ്ഞത് ഇത്തിരി ടഫാണ്. നമ്മൾ ഈ മലയാളം ഇട്ടിട്ട് വായിട്ടടിക്കുന്ന പോലെയല്ല ഈ സെൻറ്റൻസുകളൊക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇത്തിരി പാടുവിടും. ലെറ്റ്സ് സോക്ക് ദം ഫോർ എ വൈൽ ആൻഡ് ട്രൈ അഗെയിൻ. കൂൾ, അടിപൊളി. അടുത്തത്, നമ്മൾ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഈ എണ്ണയിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിങ്ങനെ ആക്കില്ലേ, ആ സമയത്ത് തീ നല്ല കൂട്ടി വെച്ചെന്ത് പറ്റും? കരിഞ്ഞു പോവും. അപ്പോൾ അതാണ് എന്താ സംഭവം. ഞാനേ ആ വെളുത്തുള്ളി വഴറ്റിയപ്പോൾ അത് കരിഞ്ഞു പോയി, അറിയാണ്ട. ഐ ആക്സിഡൻ്റലി, അറിയാണ്ട്, ബേൺഡ് ദ ഗാർലിക്. ഗാർലിക്കാണ് വെളുത്തുള്ളി. ഐ ആക്സിഡൻ്റലി ബേൺഡ് ദ ഗാർലിക്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ചൂട് ഭയങ്കര കൂടുതലായിരുന്നോ? ഡിഡ് യു ഹാവ് ദ ഹീറ്റ് ടു ഹൈ? വളരെ കൂടുതൽ. ഡിഡ് യു ഹാവ് ദ ഹീറ്റ് എന്ന് വെച്ചാൽ ഹീറ്റിൻ്റെ ആ ഒരു ലെവല് ഭയങ്കര കൂടുതലായിരുന്നോ? ഡിഡ് യു ഹാവ് ദ ഹീറ്റ് ടു ഹൈ? ആവാം, ഓർമ്മയില്ല, അല്ലെങ്കിൽ ആണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടിയാലോ. ആവാം. ഇവിടെ നമുക്ക് മേ ബി യൂസ് ചെയ്യാം. മേ ബി ഒരു പക്ഷേ, അങ്ങനെ ആയിട്ടുണ്ടാവാം. ഒരു പക്ഷേ, അതാണ് മേ ബി. രണ്ട് വാക്കുകളല്ല കേട്ടോ അത്. മേ ബി ഒറ്റ വാക്കാണ്. രണ്ട് വാക്ക് വെച്ചിട്ട് നമുക്ക് മൈറ്റ് ബി ഒക്കെ പോലെ മേ ബി യൂസ് ചെയ്യാം. ഇവിടെ അതല്ല, ഒരു പക്ഷേ എന്നുള്ള അർത്ഥം വരണമെങ്കിൽ ഒറ്റ വാക്ക് മേ ബി അതായിരിക്കും. അപ്പോൾ നമ്മൾ പറയില്ലേ, എന്തെങ്കിലും സംഭവിച്ച് ഉണ്ടാവാം എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ ആവാം, മേ ബി, അതാണ് കേട്ടോ മേ ബി. ഇപ്പം നമ്മൾ ചെയ്യുക, വാട്ട് ഡു വി ഡൂ നൗ? വാട്ട് ഡു വി ഡൂ നൗ? ഇത് സെൻറ്റൻസ് കുറേ പ്രാവശ്യം നമ്മൾ പറയണു, ഇതിന് വായിൽ വരില്ലോ അല്ലേ. വാട്ട് ഡു വി ഡൂ നൗ? വാട്ട് ഡു വി ഡൂ നൗ? വാട്ട് ഡു വി ഡൂ നൗ? ഓക്കെ. പുതിയ വെളുത്തുള്ളി നോക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഇത് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെച്ചിട്ട് ബാക്കി കറി ഉണ്ടാക്കിയാൽ മൊത്തം കൊള്ളാവില്ലേ. നമുക്ക് പുതിയ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് വീണ്ടും ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഓവർ. വീണ്ടും തുടങ്ങാം, അതാണ് ലെറ്റ്സ് സ്റ്റാർട്ട് ഓവർ വിത്ത് ന്യൂ ഗാർലിക്. വിത്ത് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട്, വിത്ത് ന്യൂ ഗാർലിക് അത് ഉപയോഗിച്ചിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ഓവർ. നമുക്കൊന്ന് ഒന്നുകൂടെ ചെയ്യാം, ഒന്നുകൂടെ തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഓവർ. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കണം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. ഞാൻ വേറൊരു സെനറിയോ തരാം. സെൻറ്റൻസ് ഉണ്ടാക്കണേ. കേക്ക് ഉണ്ടാക്കാറുണ്ടോ നിങ്ങളൊക്കെ? ഉണ്ടാക്കാറുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കി തുടങ്ങിക്കോ. ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും. നല്ല വൃത്തിക്ക് എല്ലാം നോക്കി ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യാം, അങ്ങനെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ എന്നെപ്പോലെയൊക്കെയാണ് ഇതൊക്കെ ഇത്ര സിമ്പിളല്ലേ എന്ന് വെച്ചിട്ട് ചടപടയെന്ന് ചെയ്യുമ്പോൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഐസ്ക്രീം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, ഈ ഐസ്ക്രീം മേക്കറിൽ നമ്മൾ ഐസ്ക്രീം ഒഴിക്കും, അതിൻ്റെ ആ ലിക്വിഡ് ആ സാധനങ്ങൾ ഒഴിക്കുമ്പോൾ
നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചിട്ട് അത് റൺ ചെയ്യാൻ വെക്കാൻ പാടില്ല. പകരം അത് റൺ ചെയ്യാൻ വെച്ചിട്ട് ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴിക്കേണ്ടത്. ഇതൊക്കെ ഒരു തവണ ഉണ്ടാക്കിയല്ലേ, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് ഞാൻ ഒഴിച്ചു. അതോടുകൂടി ഇതൊക്കെ കൂടി ഒരു കട്ടയായി, പിന്നെ അത് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അങ്ങനെ പാഠങ്ങളൊക്കെ പഠിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഥയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താ കഥ? നമ്മുടെ കേക്ക് ഉണ്ടാക്കിയപ്പം നന്നായിട്ട് പൊന്തിയില്ല. അതിങ്ങനെ പറയാം, ദ കേക്ക് ഡിഡൻറ്റ് റൈസ് പ്രോപ്പർലി. റൈസ്, നമ്മൾ കേക്ക് ഇങ്ങനെ നമ്മൾ നല്ല ഇങ്ങനെ പൊന്തി വരില്ലേ, നമ്മൾ വേവിച്ച് വരുമ്പോഴേക്കും, അപ്പോൾ അങ്ങനെ പൊന്തിയില്ലേ നന്നായിട്ട്. ദ കേക്ക് ഡിഡൻറ്റ്, സംഭവിച്ചില്ല. ദ കേക്ക് ഡിഡൻറ്റ് റൈസ് പ്രോപ്പർലി. അപ്പം എന്തായിരിക്കും കാരണം? നീ ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചിരുന്നോ? ഡിഡ് യു യൂസ് ബേക്കിംഗ് പൗഡർ? കണ്ടോ, ചെയ്തോ, ഉപയോഗിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഡിഡ് യു യൂസ് ബേക്കിംഗ് പൗഡർ? തോന്നണ ഞാൻ മറന്നു എന്നാ. ഐ തിങ്ക് ഐ ഫൊഗോട്ട്. ഞാൻ മറന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഐ തിങ്ക് ഐ ഫൊഗോട്ട്. അപ്പം എന്താ ചെയ്യുക? വാട്ട് ഡു വി ഡു? അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? വാട്ട് ക്യാൻ വി ഡു? എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുക? ഒരു പുതിയ ബാച്ച് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ? വി ക്യാൻ ട്രൈ മേക്കിംഗ് എ ന്യൂ ബാച്ച്. ഒരു പുതിയൊരു ബാച്ച് ഉണ്ടാക്കാൻ നോക്കാം. വി ക്യാൻ ട്രൈ മേക്കിംഗ് എ ന്യൂ ബാച്ച്. അല്ലേ, ഈ കേക്ക് ബാച്ച് തീർന്നു പോയി, അപ്പോൾ പുതിയൊരു ബാച്ച് ഉണ്ടാക്കാൻ നോക്കാം. വി ക്യാൻ ട്രൈ മേക്കിംഗ് എ ന്യൂ ബാച്ച്. ഇതൊക്കെ നമ്മൾ പഠിച്ച സെൻറ്റൻസ് ഫോർമാറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കാത്തത് കേട്ടോ. ഒരെണ്ണം കൂടെ നോക്കാം അല്ലേ? അത് കഴിഞ്ഞാൽ ലാസ്റ്റ് വണ്ണാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമാതിരി ഒരു കോൺവെർസേഷൻ കണ്ടുപിടിച്ചിടണം കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കാറില്ലേ? ടീ ബാഗ്സ് ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കാറുണ്ടോ? ഈ ടീ ബാഗ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. എങ്ങനെ പറയാം? ഐ കാൺട്ട് ഫൈൻഡ് ദ ടീ ബാഗ്സ്. ആ മുകളിലത്തെ ഷെൽഫ് നോക്കിയോ? ഡിഡ് യു ചെക്ക് ദ ടോപ്പ് ഷെൽഫ്? ആ ടോപ്പ് ഷെൽഫ്, ഡിഡ് യു ചെക്ക് ദ ടോപ്പ് ഷെൽഫ്? ഓ, അവിടെ ചിലപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാവും. എല്ലാ സ്ഥലത്തും നോക്കിയെന്ന് വിചാരിച്ചാൽ അത് മിസ്സായിട്ടുണ്ടാവും. ഐ മൈറ്റ് ഹാവ് മിസ്ഡ് ദം. എന്താ ഇപ്പോൾ പകരം ഉപയോഗിക്കുക? വാട്ട് ഡു വി യൂസ് ഇൻസ്റ്റെഡ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഐ മൈറ്റ് ഹാവ് മിസ്ഡ് ദം, അവിടെ നോക്കിയില്ല. പക്ഷേ ഇനിയിപ്പോൾ പകരം എന്താ ഉപയോഗിക്കാൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം സ്റ്റോറിയിൽ, കഥയിൽ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല. പകരം എന്താ നമ്മൾ ഉപയോഗിക്കുക? വാട്ട് ഡു വി യൂസ് ഇൻസ്റ്റെഡ്? പകരം ഇൻസ്റ്റെഡ്. പുതിയ വാക്കുകളാണ്. നിങ്ങൾ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ പുതിയ വാക്ക് പറഞ്ഞിരുന്നു, ഇപ്പോൾ പഠിക്കുമ്പോഴാണ് പറഞ്ഞു തരുന്നത്. പകരം, ഇൻസ്റ്റെഡ്. വാട്ട് ഡു വി യൂസ് ഇൻസ്റ്റെഡ്? ടീ ബാഗ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ മറ്റേ സാധനം ഉണ്ടല്ലോ, ലൂസായിട്ടുള്ള ഇലകളുണ്ടല്ലോ, അത് ഉപയോഗിക്കാം. അതിനെന്താ പറയുക? ലൂസ് ലീഫ് ടീ. വി കെൻ യൂസ്, നമുക്കത് ചെയ്യാൻ പറ്റും. വി കെൻ യൂസ് ലൂസ് ലീഫ് ടീ ഉപയോഗിക്കാം നമുക്ക് കേട്ടോ. ക്ലിയർ ആയോ? അപ്പോൾ കാണാൻ പറ്റുന്നില്ല എന്ന് പറയാൻ ഐ കാൺട്ട് ഫൈൻഡ്. അത് ചെക്ക് ചെയ്തോ? ഡിഡ് യു ചെക്ക് എന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ അത് പറയാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. ഐ മൈറ്റ് ഹാവ് മിസ്ഡ് ദം. സംഭവിച്ചുണ്ടാവാം കേട്ടോ. പകരം എന്താ ഉപയോഗിക്കുക? എന്താ? വാട്ട് ഡു വി യൂസ്? പകരം ഉപയോഗിക്കുക. വാട്ട് ഡു വി യൂസ് ഇൻസ്റ്റെഡ്? വി കെൻ യൂസ് ലൂസ് ലീഫ് ടീ. അപ്പോൾ നമ്മളിനി 3 വീഡിയോസും കൂടിയേ ഉള്ളൂ ഈ സീരീസിൽ. ബാക്കി ഇവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കാനുള്ള കോൺഫിഡൻസ് വരും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷ് കോഴ്സിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇംഗ്ലീഷ് യൂട്യൂബ് നോക്കി പഠിക്കേണ്ട അത്രയേ ഉള്ളൂ സാഹചര്യമെങ്കിൽ അത് മതി. പക്ഷേ നിങ്ങളൊരു കോഴ്സ് എടുക്കണം എന്ന് ഉദ്ദേശിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇംഗ്ലീഷ് കോഴ്സ് എന്തായാലും പഠിക്കണം, എനിക്കൊരു കോഴ്സ് എടുക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യാം. ഒരിക്കലും നിരാശപ്പെടില്ല. ഞാൻ തന്നെ നോക്കുന്നത്, ഞാൻ തന്നെ എടുക്കുന്നത്. എല്ലാ സംശയങ്ങളും എന്നോട് തന്നെ ചോദിക്കുക. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റുഡൻറ്റ് ലിമിറ്റിൽ ഞാൻ സ്റ്റുഡൻസിനെ ക്ലോസ് ചെയ്യും. ഞാൻ തന്നെയുള്ളൂ, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്പീക്കിംഗ് പ്രാക്ടീസും ഇപ്പം AI വെച്ചിട്ട് അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഞാൻ മാനേജ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് പറ്റാവുന്ന ലിമിറ്റ്സിന് സ്റ്റുഡൻസിനെ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് യൂട്യൂബ് വഴി പഠിക്കേണ്ട ആൾക്കാരാണെങ്കിൽ യൂട്യൂബ് വഴി മാത്രം പഠിക്കുക, അത് കുഴപ്പമില്ല, അങ്ങനെയും പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഈ ഫുൾ ഒന്ന് പഠിച്ച് ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിനോ അല്ലെങ്കിൽ പുറത്ത് വിദേശത്ത് പോകുമ്പോൾ അവിടെയുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കോഴ്സ് എടുക്കണം നിർബന്ധമുള്ള ആൾക്കാർ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പ് ലിങ്കും എൻ്റെ വെബ്സൈറ്റൊക്കെ താഴെ കൊടുക്കാം. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നിങ്ങളൊരു ഉപകാരം ചെയ്യേണ്ടത്, ഇതുമാതിരി ഇപ്പം ഞാൻ കുറേ കോൺവെർസേഷൻ ഉണ്ടാക്കിയിട്ടില്ലേ, അതുപോലെ കുറച്ച് ഒരെണ്ണം ഇതുമാതിരി ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇടണം കേട്ടോ. മൈറ്റ് ഹാവ്, കാൺഡ്, ഐ ക്യാൻ, ഐ കുഡ്ൻറ്റ് ഹാവ്, അല്ലെങ്കിൽ
അങ്ങനത്തെ കുറേ വാക്കുകളൊക്കെ നമ്മൾ ഡിഡ് യു ഇതൊക്കെ വെച്ചിട്ട് ആ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. അപ്പോൾ ഒരു കഥ പോലെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.